പഴംപൊരി ഉണ്ടാക്കുമ്പോഴേ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കട്ടോ. സംഭവം അടിപൊളിയാടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ഒരു വലിയ പഴം എടുത്തിട്ട് അതിൻ്റെ നടുക്കൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഈ ഒരു ചെറിയൊരു കട്ടിയോട് കൂടി ഞാനിത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പഴുത്ത പഴം എടുക്കാൻ നോക്കുക പഴംപൊരി ഉണ്ടാക്കാനായിട്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചെരുകിയത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ചപ്പാത്തിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ആട്ടപ്പൊടി. പിന്നെ ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുത്ത എള്ളായാലും വെളുത്ത എള്ളായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം തന്നെ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് നമുക്ക് ബാറ്ററിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ ബാറ്റർ ലൂസായി പോകും. അപ്പോൾ അതാണ് ആദ്യം തന്നെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം വെള്ളം ആഡ് ചെയ്ത് അങ്ങനെ ബാറ്റർ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതേ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു തിക്നെസ്സോട് കൂടി വേണം നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്, ലൂസായി പോകരുത് കേട്ടോ. ഇനി ഈ ഒരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ സോഡാപ്പൊടി ആഡ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടാകാനായി വെക്കുക. നല്ല ചൂടായതിനു ശേഷം നമുക്ക് പഴം മാവിൽ മുക്കിയിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കാം കേട്ടോ. ഒരു ഭാഗം ബ്രൗൺ കളർ ആകുമ്പോൾ മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാം. ഫൈനലി നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കഴിക്കാനും നല്ല അപാര ടേസ്റ്റാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ട്രൈ ആക്കാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എപ്പോഴും ഒരുപോലെ ഉണ്ടാക്കാതെ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ. പിന്നെ എപ്പോഴും ഇത് തന്നെ ഉണ്ടാക്കുള്ളൂ, അതാണ് പിന്നെ ഒരു പ്രോബ്ലം. സിമ്പിളാണ്, പക്ഷെ എന്താ വെച്ചാൽ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. മാവ് കുറച്ച് ബാക്കിയുള്ളതുകൊണ്ടേ പഴമില്ലാത്ത പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്പൂൺ വെച്ചിങ്ങനെ ഒരു ബജി പോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. അത് ഞാൻ ചോക്ലേറ്റ് മുക്കിയാണ് കഴിക്കുന്നത്. ചോക്ലേറ്റ് ലോവർ ആയതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ പറയണ്ടല്ലോ. പഴമില്ലാത്ത പഴംപൊരി ഇഷ്ടമുള്ളവരുണ്ടോ? അപ്പോഴേ വേഗം തന്നെ സേവ് ആക്കിക്കോ, ട്രൈ ആക്കിക്കോ. അപ്പോൾ ശരി, എന്നാൽ ടാറ്റാ ബൈ ബൈ.